ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കടച്ചക്കക്കറിയുടെ റെസിപ്പിയാണ്. ഇത് നല്ല ഇറച്ചിക്കറിയുടെ ഏകദേശം ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു കടച്ചക്കയാണ്. അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് ഈ വലിപ്പം മതി, തീരെ ചെറുതും വേണ്ട, ഒരുപാട് വലുതും വേണ്ട. ഈ സൈസിലായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാൻ കുക്കറിൽ വെക്കുന്നില്ല, സ്റ്റീൽ പാത്രത്തിലാണ് വെച്ച് വേവിക്കുന്നത്. എരിവിനാവശ്യമായിട്ട് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ചുള്ളി, ഞാൻ പച്ചമുളക് അരിഞ്ഞ് അതിലേക്കിടാം. ഉള്ളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതായത് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകി എടുത്തതാണ്. ഇത് നമുക്ക് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ആ കറിവേപ്പിലയും കൂടി ഇടുമ്പോഴത്തേന് അരപ്പിന് നല്ലൊരു സ്വാദ് വരും. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ തന്നെ ഇല്ല, ഇച്ചിരി കൂടെ കുറച്ചിട്ട്, അത് നമ്മുടെ എരിവിന് അനുസരിച്ച് നമ്മൾ ചേർക്കുക. പച്ചമുളകിന് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് മുളക് പൊടി ഇത്ര ഇട്ടത്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടെ ചേർക്കുക. ഇനി ഇറച്ചിയുടെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്താൽ മതി. ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല, പെരുംജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി, അതായത് തേങ്ങ മൂത്ത് നന്നായിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതാ ഈ പാകത്തിന് അരച്ചെടുത്തു. നമ്മുടെ കടച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്തെടുക്കാം. കണ്ടല്ലേ, നല്ലതുപോലെ വെന്ത്. നമ്മുടെ അരപ്പ് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. തിളച്ച് കഴിയുമ്പോൾ ഇച്ചിരൂടെ കുറുകും, ഇച്ചിരൂടെ വെള്ളം കൂടെ ചേർക്കണം. അത്രയും മതി. ഇത്രയും മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്കിനി കടുക് വറുത്തിടാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ഉണക്കമുളക് കൂടി ഇടണം. ഈ ഉള്ളി മൂക്കുമ്പോഴത്തേന് ഇനി ഉണക്കമുളക് കൂടി ഇടാം നമുക്ക്. അപ്പം മുളകും ഉള്ളിയെല്ലാം മൂത്ത്
കുറച്ച് കടുക്, ഒരു ടേബിൾ സ്പൂൺ കടുക് കൂടെ ഇടാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വറുത്ത് ഊരി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള കറിയാണ്. ഞാൻ കടച്ചക്കക്കറി വെക്കുമ്പോൾ തക്കാളി ഒന്നും ചേർക്കാറില്ല. ഉള്ളിയും പച്ചമുളകും ഇട്ട് വേവിച്ച് തേങ്ങ വറുത്തരച്ച് ചേർക്കുകയുള്ളൂ. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഗരം മസാലയുടെ ചേർക്കാം.